Hey guys, welcome back to another video. Ranjit here. So യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ആസ്പിരൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സോ പ്രൈമർലി നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ക്ലാരിറ്റി വേണ്ട ഒരു കാര്യമാണ് ആ ഒരു എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, അതോടൊപ്പം തന്നെ അതിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച്. സോ അത്തരത്തിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ്റെ പ്രിലിംസ് അതോടൊപ്പം തന്നെ മെയിൻസ് ആ ഒരു സിലബസാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു എക്സാമിനേഷൻ്റെ പാറ്റേണുമായി ബന്ധപ്പെട്ടും സിലബസുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉദ്യോഗാർത്ഥികൾക്കിടയിലുള്ള ആ ഒരു കൺഫ്യൂഷൻ അത് ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം ബ്ലൂ പ്രിൻ്റാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരല്പം പേഷ്യൻസോടുകൂടി ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. എനിവേ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നത് നോക്കാം. സോ ഞാനിവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് എക്സ്പെക്റ്റഡ് പാറ്റേൺ എന്ന രീതിയിൽ തന്നെ പറയാനുള്ളൊരു കാരണം ഒഫീഷ്യലായിട്ട് PSCയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, സിലബസ് എന്താണ്, ഇത്തരത്തിലുള്ള കൺഫർമേഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമിനേഷൻസിൻ്റെ അതായത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൻ്റെ സിനാരിയോ കൺസിഡർ ചെയ്തുകൊണ്ടും മുൻകാലത്ത് PSC കണ്ടക്ട് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സിലബസും പാറ്റേണും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഡിഡക്ഷനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നതും. എനിവേ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനേഷൻ നമ്മൾക്ക് ഈ മിനിമം 2 സ്റ്റേജസ് എന്തായാലും പ്രതീക്ഷിക്കാം. അതായത് പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യപ്പെടുക. അതിൽ പ്രിലിംസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. ആസ് യൂഷ്വൽ കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന 100 മാർക്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും നമ്മൾ പ്രിലിമിനറി എന്ന രീതിയിൽ പ്രതീക്ഷിക്കേണ്ടത്. ഇനി മെയിൻസ് പരീക്ഷയും തീർച്ചയായിട്ടും നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും. ഇനി ഉദ്യോഗാർത്ഥികൾക്കിടയിലുള്ള ഒരു മേജർ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ടുള്ള പേപ്പേഴ്സ് മെയിൻസ് എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുമോ, അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും അഡീഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഈ ഒരു എക്സാമിനേഷൻ്റെ ഭാഗമായി, അതായത് ഇപ്പോൾ ഇൻ്റർവ്യൂ പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു എക്സാമിനേഷനിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ പാറ്റേണുമായി ബന്ധപ്പെട്ടോ പേപ്പേഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ടോ ഒഫീഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. എങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൻ്റെ അതിൻ്റെ ഒരു സിനാരിയോ കൺസിഡർ ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ തൊട്ട് മുൻപ് PSC കണ്ടക്ട് ചെയ്തിട്ടുള്ള ഇതിന് മുൻപ് കണ്ടക്ട് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ അതും കൺസിഡർ ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നമുക്കൊരു ഡിഡക്ഷനിലേക്ക് എത്തിച്ചേരാം. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് അഡീഷണൽ ആയിട്ടൊരു പേപ്പർ മെയിൻസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നു, അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ എന്നൊരു സ്റ്റേജ് ആഡ് ചെയ്യുന്നു. അതുമുതലാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്കുള്ളത്, ഏതൊക്കെ പരീക്ഷകളിൽ അത് ബാധകമായിരിക്കും, ഏതൊക്കെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൽ നമുക്കത് പ്രതീക്ഷിക്കാം എന്നതിനെക്കുറിച്ച്. വളരെ സ്പെസിഫിക് ആയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ളൊരു ചേഞ്ച് എക്സാമിനേഷൻ്റെ പാറ്റേണിൽ വന്നത് ആ ഒരു ജോലി ഡിമാൻഡ് ചെയ്യുന്ന അതിൻ്റെ ഒരു ജോബ് നേച്ചർ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു അപ്ഡേഷൻ നമുക്ക് വന്നത്. സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് അത്തരത്തിലൊരു ചേഞ്ച് വന്നുകൊള്ളണം എന്ന നിർബന്ധമില്ല. ഇനി ഏതെങ്കിലും രീതിയിൽ അത്തരത്തിൽ അഡീഷൻസ് ഈ എക്സാമിനേഷൻസിൻ്റെ പാറ്റേണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റേജസുമായി ബന്ധപ്പെട്ട് വന്നാലും അതൊരിക്കലും നമ്മുടെ പ്രിപ്പറേഷനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള ഒരു ലോജിക് എന്താണ് എന്നതിനെക്കുറിച്ചും നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സിലബസിനെ, അതായത് ഈ ഒരു എക്സാമിനേഷന് വേണ്ട സിലബസിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനും നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു ടാർഗറ്റായി കൺസിഡർ ചെയ്തുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. മെയിൻസ് എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യുക. ബൈ ഡീഫോൾട്ടായിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പ്രിലിംസിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ്. സോ നമ്മളിവിടെ സിലബസ് സിംപ്ലിഫൈ ചെയ്യുന്ന ഘട്ടത്തിലും ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മെയിൻസിൻ്റെ സിലബസ് തന്നെയാണ്. സോ ഇവിടെ ഞാൻ നൽകിയിട്ടുള്ളത് ഏറ്റവും അവസാനമായിട്ട് PSC കണ്ടക്ട് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അതായത് ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ്റെ മെയിൻ സിലബസിലുള്ള ടോപ്പിക്കുകളും അതിൻ്റെ ഒരു മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമാണ്. ഇവിടെ മേ ബി ചില ചേഞ്ചസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ചേഞ്ചസ് ഒട്ടും തന്നെ വരാത്ത ചില റീജൻസും ഉണ്ട്, അതും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യമായിട്ട് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗം, അതായത് സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, മലയാളം. 30% ഒരു മാർക്ക് ഷെയർ ആണ് നമ്മൾക്ക് ഈ ഒരു വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും മിനിമം ഇത്രയും മാർക്സ് നമ്മൾക്ക് മെയിൻസ് എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിന് പ്രതീക്ഷിക്കാം. അവിടെ യാതൊരു വിധത്തിലുള്ള കുറവുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചേഞ്ചസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. ഇനി കോമൺ GK എന്ന രീതിയിൽ, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇക്കണോമിക്സ് പോലെയുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള GK ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിഭാഗം 25% ഒരു ഷെയർ അവിടെ ഉണ്ടായിരുന്നു. കേരള ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിൽ 5 മാർക്സിൻ്റെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതായത് താരതമ്യേന പുതുതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണിത്. ഇനി ജനറൽ സയൻസ് അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്നിവ ചേർത്തുകൊണ്ട് 12 മാർക്സിൻ്റെ ഒരു ഷെയർ ഉണ്ടായിരുന്നു. ഇവിടെയും ഒരു രീതിയിലുമുള്ള കുറവുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. അതായത് ജനറൽ സയൻസ് എന്നൊരു വിഭാഗം തീർച്ചയായിട്ടും നമ്മൾക്ക് മെയിൻസ് എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്.
അതുപോലെ തന്നെയാണ് കറണ്ട് അഫയേഴ്സിന് 15% ഒരു ഷെയർ ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്ന രീതിയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 13% അല്ലെങ്കിൽ 13 മാർക്സിൻ്റെ ഒരു ഷെയർ ആണ് ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ മേ ബി ചില ചേഞ്ചസ് ഈ മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലോ അല്ലെങ്കിൽ സിലബസിലുള്ള ചില കാര്യങ്ങളോ ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം. മേ ബി എക്സാക്ട്ലി ദ സെയിം എന്ന രീതിയിലും നമുക്ക് സിലബസ് പ്രതീക്ഷിക്കാം. ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ അതൊരിക്കലും നമ്മൾ ഈ തുടക്കത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യുന്ന പ്രിപ്പറേഷൻ പ്ലാനിനെ ബാധിക്കുന്ന ഒരു ഘടകമേ അല്ല. എനിവേ മെയിൻസിൻ്റെ സിലബസ് നമ്മൾക്ക് ഈ രീതിയിലാണുള്ളത്. ഇനി നമ്മൾ പ്രിലിംസിൻ്റെ സിലബസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അബ്സല്യൂട്ട്ലി ഇവിടെ ഒരു ചേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, അതായത് ഡിഗ്രി ലെവൽ ഒരു കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എന്താണോ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ആപ്റ്റിറ്റ്യൂഡിന് ഒരു 50% ഷെയർ ഉണ്ട്. ഇനി കോമൺ GK പ്ലസ് കമ്പ്യൂട്ടർ സയൻസ് എന്ന ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്താൽ 40% ഒരു ഷെയർ ഉണ്ട്. അഡീഷണൽ ആയിട്ട്, അതായത് മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രിലിംസിന് എക്സ്ക്ലൂസീവായിട്ട് വരുന്നത് 2 ടോപ്പിക്കുകളാണ്. ഒന്ന് സിവിക്സ്, അതോടൊപ്പം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി. 5 മാർക്സ് വീതം, അത്തരത്തിൽ 10 മാർക്സിൻ്റെ ഒരു ഷെയർ ആണ് ഈ 2 വിഭാഗങ്ങൾക്കുമായിട്ട് ഉള്ളത്. ഇത്തരത്തിൽ നമ്മൾ സിലബസ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രീറ്റ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇസ് വൺ സിലബസ്. ഇതും നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഒരിക്കലും പ്രിലിംസിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിലബസ്, മെയിൻസിൻ്റേത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിലബസ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളും അതിൻ്റെ ഒരു പെർസെൻറ്റേജും തന്നെയാണ്. ഇതും വളരെ വ്യക്തമായിട്ട് ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് മെയിൻസ് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് അതോടൊപ്പം തന്നെ കോമൺ GK വിഭാഗങ്ങൾ പഠിച്ച് കഴിയുമ്പോൾ തന്നെ അത് 90% പ്രിലിംസിൻ്റെ സിലബസിൻ്റെ 90% ബൈ ഡീഫോൾട്ടായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മെയിൻസിൻ്റെ സിലബസിൽ നിന്നുമുള്ള 60%, അറൗണ്ട് ഒരു 60% നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പ്രിലിംസിൽ നമുക്ക് എന്താണ് ശേഷിക്കുക? 10% മാത്രമാണ്. അതായത് സയൻസ് ആൻഡ് ടെക്നോളജി അതോടൊപ്പം തന്നെ സിവിക്സ് പോലെയുള്ള ടോപ്പിക്കുകൾ വളരെ ഈസി ആയിട്ട് സെലക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണിത്. ഇവിടെ നിങ്ങൾ എത്തിച്ചേരേണ്ട ഒരു ഡിഡക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഏതൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയുള്ള ഈ ടോപ്പിക്കുകൾ, അതായത് ആപ്റ്റിറ്റ്യൂഡ്, കോമൺ GK വിഭാഗങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിലിംസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിരിക്കും. ഈവൻ നിങ്ങൾ ഈ 10%-ലെ ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്താൽ പോലും നിങ്ങൾക്ക് പ്രിലിംസ് എന്നൊരു ഘട്ടം വളരെ കംഫർട്ടബിളായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി മെയിൻസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനായിട്ട് ബാക്കിയുണ്ടാവുക? ഇവിടെ എക്സ്ട്രാ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ജനറൽ സയൻസ്. 100% നമ്മൾക്ക് മെയിൻസിൻ്റെ ഭാഗമായിട്ട് ജനറൽ സയൻസ് പ്രതീക്ഷിക്കാം. അത് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ജനറൽ സയൻസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള സയൻസ് ടോപ്പിക്കുകൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഭാഗങ്ങളിലെ ബേസിക്സ് ആണ് ഇവിടെ പഠിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും നമുക്ക് മെയിൻസിന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് മേ ബി നമുക്ക് കേരള ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ രീതിയിലുള്ള ടോപ്പിക്കുകൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ 100% നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ്. അതുപോലെയാണ് കറണ്ട് അഫയേഴ്സ് വിഭാഗം. അതായത് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഈവൻ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അതൊരിക്കലും അതിൻ്റെ റിസൾട്ടിനെ ബാധിക്കുന്ന ഒരു ഘടകമല്ല. എന്നാൽ മെയിൻസിന് വേണ്ടി കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതുണ്ട്. പ്രിലിംസിന് എങ്ങനെയാണോ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അതുപോലെയല്ല അത് മെയിൻസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എനിവേ ഇതാണ് എക്സ്ട്രാ ടോപ്പിക്സ് എന്ന രീതിയിൽ മെയിൻസിൻ്റെ സിലബസിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാവുക. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം 2 വസ്തുതകളാണ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് നിങ്ങൾ ഒരിക്കലും തുടക്കത്തിൽ 2ആയിട്ട് അങ്ങനെ കാണേണ്ട ഒരു ആവശ്യവുമില്ല. കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അധികവും ഉള്ളത്. മെയിൻസ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഏറ്റവും ക്വാളിറ്റിയിൽ ആ ടോപ്പിക്കുകൾ പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അതുപോലെ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ നിങ്ങൾ പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് ആലോചിച്ച് ഒരിക്കലും വറീഡ് ആവേണ്ടതില്ല. മെയിൻസ് ഫോക്കസ് ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്താൽ സ്വാഭാവികമായിട്ടും ബൈ ഡീഫോൾട്ടായിട്ട് നിങ്ങൾ പ്രിലിംസിൻ്റെ സിലബസ് അഡ്രസ്സ് ചെയ്തിരിക്കും. എപ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോസ്റ്റിന് വേണ്ടി നമ്മളൊരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെയുള്ള ക്വാളിഫയിങ് എക്സാമിനേഷൻ ആയിട്ടുള്ള പ്രിലിമിനറി ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ല. അത് ക്ലിയർ ചെയ്ത് മെയിൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് ഉയർന്ന ഒരു റാങ്ക് നേടുക എന്നുള്ളതാണ്. ഇനി ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു പ്രധാന കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് വരുന്ന അഡീഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേപ്പർ വന്നാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾക്ക് എടുക്കാവുന്ന ഒരു എക്സാമ്പിളാണ് ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ. അവിടെ ഇങ്ങനെ ഒരു പേപ്പർ അഡീഷണൽ ആയിട്ട് വന്നപ്പോൾ ഏറ്റവും അധികം വറീഡ് ആയിട്ടുള്ള ആസ്പിരൻസ് ആണ് അധികവും ഉണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു പിക്ചർ എന്താണ്? അതായത് അവിടെ ഏറ്റവും അധികം ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഏറ്റവും അധികം അവർ സ്കോർ ചെയ്തിട്ടുള്ളത് ഈ 2ാമത്തെ പേപ്പറിനാണ്. നമ്മുടെ പ്രോഗ്രാമുകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നുമുള്ള ആ ഇൻപുട്സ് അനുസരിച്ച് വളരെ വ്യക്തമായിട്ട് ഒതൻറ്റിക്കായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പേപ്പർ 1നെ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിൽ എല്ലാവരും തന്നെ പെർഫോം ചെയ്തിട്ടുള്ളത്
പേപ്പർ 2 അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിഭാഗത്തിലാണ്. സോ പൊതുവിൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അതൊരിക്കലും ചലഞ്ചായിട്ട് കാണരുത്, അതാണ് അവിടെയുള്ള ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഇൻ ഷോർട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരിക്കലും സിലബസിനെ കുറിച്ചോ അല്ലെങ്കിൽ പാറ്റേണിനെ കുറിച്ചോ ആലോചിച്ചോ വറീഡ് ആവേണ്ടതില്ല. അതൊരിക്കലും നമ്മുടെ പ്രിപ്പറേഷൻ പ്ലാനിനെ ബാധിക്കുന്ന ഒരു ഘടകമല്ല. ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഉള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ആ ഒരു സിലബസ്, ആദ്യഘട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിലബസിൻ്റെ PDF-ഉം വരും ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വൺ മോർ തിങ്, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് വേണ്ടി PSC പാഠശാല കണ്ടക്ട് ചെയ്യുന്ന 6 month ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ആയിട്ടുള്ള ഇഗ്നൈറ്റ് 2026-ൻ്റെ ആദ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഫൈനൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ ഒരു ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമാവുന്ന പേജിൻ്റെ തുടക്കത്തിൽ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കും. അവിടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കോഴ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയർ എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും, ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും, ഇതെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി കോഴ്സുമായി ബന്ധപ്പെട്ട് അതിന് ശേഷവും മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു നമ്പറിൽ ഇഗ്നൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. മുഴുവൻ വിവരങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മേക്ക് ഷുർ ടു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം ആസ് വെൽ. നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലായിട്ടുള്ള PSC പാഠശാല എന്ന ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ആപ്ലിക്കേഷനിലെ സെർച്ച് ഓപ്ഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭ്യമാവും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ അവിടെ ഉൾപ്പെടുത്തുക. സോ ഡു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം ആസ് വെൽ. സോ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പറേഷൻ അത്തരത്തിൽ തുടങ്ങുമ്പോൾ വേണ്ടതൊരു ക്ലാരിറ്റിയാണ്. അതായത് ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ, അത് സ്ട്രക്ചേർഡ് ആയിട്ട് മാറുകയുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ എന്തൊക്കെ ചേഞ്ചസ് വരാം അല്ലെങ്കിൽ അഡീഷൻസ് വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയി ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷൻ അൺസ്ട്രക്ചേർഡ് ആയിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് മാറാൻ പാടില്ല. അത് ശ്രദ്ധിക്കുക. വളരെ മികച്ച രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിലൂടെ ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ആൻഡ് ഇഫ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ ദെൻ മേക്ക് ഷുർ ടു സബ്സ്ക്രൈബ്. So thank you so much guys for watching this particular video and I hope to see you in the next one.